ദാസ, നിനക്ക് ഓർമ്മയുണ്ടാ 5 കൊല്ലം മുമ്പ് ഈ സമയത്ത് എന്തൊക്കെ ബഹളായിരുന്നു? പിന്നല്ല, ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയായിരുന്നു? മലപ്പുറം കത്തി, അമ്പും വില്ലും, മെഷീൻ ഗണ്ണും, ഒലക്കയുടെ മൂട്, എന്തൊക്കെ വാഗ്ദാനങ്ങളായിരുന്നു. എന്നിട്ടിപ്പോ എന്തായി? പവനായി, ശവമായി. അല്ല, അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെന്താ ചെയ്തതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാ പണിയില്ലാത്ത തോമസേട്ടന്റെ വീട്ടിലെ ആൾക്ക് 7 പിള്ളേരേട്ടാ. ഒരു 1000 രൂപ കൊടുത്തേക്കും. ചേട്ടാ, വോട്ട് നമുക്കല്ലേ? പിന്നല്ല, തോമസേട്ടൻ പിന്നെ ആർക്കാ വോട്ടിടാ? നമുക്കല്ലാണ്ട്. തോമസാറ്റിന്റെ വോട്ട് നിങ്ങൾക്കാ മക്കളെ. കഴിഞ്ഞ 5 കൊല്ലം ഈ രാജ്യം അനുഭവിച്ചതൊന്നും ഓർക്കാൻ കൂടി വയ്യ. ഭക്ഷണ കാര്യത്തില് പോലും നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലാണ്ടായി. भाई 1 किलो बीफ। धन्यवाद भैया। भाई उसे देखो, बीफ लेते हुए। मार डालो उस साले को। बस साले, गाय हमारा माता है। ഭക്ഷണകാര്യം മാത്രല്ല, നിനക്ക് ഉരു നിർത്തിയത് നിനക്ക് ഓർമ്മയില്ലേ? വാങ്ങിയിട്ടേക്കണ പൈസ കഴിച്ചിട്ട് കിടപ്പുണ്ട്, ഒന്നും എടുക്കാൻ നിവൃത്തിയില്ല. ഇങ്ങനെയൊക്കെ തുടങ്ങിയാണോ ചെയ്യുന്നത്? കച്ചവടം ഉണ്ടായിരുന്നു, കച്ചവടം തീരെ കുറവായി. പകുതി കച്ചവടം പോലും ഇല്ല. 2000 മാത്രമുള്ളൂട്ടാ. അപ്പൊ പെട്രോളോ? ശകലം കൂടെ കൂടണം, 100 രൂപ ആവണം. 100 രൂപ ആയാൽ നാടിന്റെ പുരോഗതി, നാടിന്റെ വികസനം, നാടിന്റെ വളർച്ച. അതാണ് ലക്ഷ്യം. അതാണ് ലക്ഷ്യം. വില കൂടുന്നതല്ല പ്രശ്നം. ട്രോളിയതാണ്, കളിയാക്കിയതാണ്. ആര്? ഞാനോ? ഇവര് പണ്ട് ഇവിടെ കാളവണ്ടി മരിച്ചോണ്ട് നടന്നവരാ. പണ്ട് ഒരു ഗവൺമെന്റ് ശകലം ഡീസലിന് വില കൂട്ടിയപ്പോ കാളവണ്ടിയും വലിച്ചോണ്ട് നടന്നവരാ. അവരിപ്പം വില കൂട്ടിയിട്ട് പറയാണ് പിന്നെ നാടിന്റെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ വികസിക്കട്ടെ. ഒരുവിധ രാജ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞില്ലേ? ഇനി എവിടേക്കാ? ചന്ദ്രനിലേക്കായിരിക്കോ? നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, കാണിച്ചു കൊടുക്കാനുള്ളതും കാണിച്ചു കൊടുത്തു. ഇനി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവരെ കയ്യിലാണ്. എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? One vote can change.